നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 4 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരുന്നു. അപ്പൊ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു അല്ലെ. എങ്ങനെയാണ് ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ മാറ്റി എഴുതാമെന്നും അതിനെ ആൾജിബ്രിക് ഇക്വേഷനിലേക്ക് മാറ്റി എഴുതാമെന്നൊക്കെ പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് അല്ലെ, സ്ക്വയർ പ്രോബ്ലംസ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ താഴെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക സ്ക്വയർ പ്രോബ്ലം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? When each side of a square is increased by 1 meter, the perimeter becomes 36 meter. What is the length of a side of the original square? അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് ഒരു ആൾജിബ്രിക് ഫോം എങ്ങനെ എഴുതാണെന്നും അതിന്റെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്ന രീതി മാത്രമേ നമ്മൾ പഠിച്ചു നിർത്തിയിട്ടുള്ളൂ. ഇനി അതിന്റെ വാല്യൂസ് അഥവാ എക്സ് വാല്യൂ എന്തായിരിക്കും, വൈ വാല്യൂ എന്തായിരിക്കും, അത്ര അല്ലെ, നമ്മളൊരു സ്ക്വയറിന്റെ ലെങ്ത് എത്ര ആയിരിക്കും, അതേപോലെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്ര ആയിരിക്കും, അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്ന രീതിയാണ് നമ്മൾ ഇക്കൊല്ലം പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ് നമ്മൾ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ നമുക്കറിയാം ഓരോ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോഴും എക്സ് സ്ക്വയർ പ്ലസ് എക്സ് അങ്ങനെ രീതിയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്. അപ്പൊ എങ്ങനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാമെന്നാണ് കൂടിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒക്കെ എക്സ് സ്ക്വയർ എന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് അത്. അപ്പൊ അതിന്റെ രീതിയിലേക്കാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞത് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് ഒരു സ്ക്വയർ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ സ്ക്വയറിന്റെ സൈഡ് എന്താണ് 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു എന്ത് ചെയ്തു ഒരു സ്ക്വയർ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യത്തെ സ്ക്വയറിനെ എക്സ് നിർത്താൻ സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സൈഡ് എന്തായി മാറും അല്ലെ, ഒരു സൈഡ് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തായി എക്സ് പ്ലസ് 1 ആയി മാറി. അപ്പൊ എന്ത് ചെയ്ത് ആദ്യത്തെ നമ്മൾ സെന്റൻസ് ഈച്ച് സ്ക്വയർ, ഇപ്പൊ ഒറിജിനൽ സ്ക്വയർ എക്സ് ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈച്ച് സ്ക്വയർ ന്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര ആവും? അതിൽ 1 കൂടി എന്ന് പറഞ്ഞു. അപ്പൊ എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ പെരിമീറ്റർ ഓഫ് എ ന്യൂ സ്ക്വയർ തന്നിട്ടുണ്ട്. എത്രയാണ്? 36 ആണ്. നമുക്കറിയാം പെരിമീറ്റർ കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, 4 ഇൻറ്റു അല്ലെ സൈഡ് ഈക്വൽ ടു ആണ് അല്ലെ, പെരിമീറ്റർ ഈക്വൽ ടു 4 ഇൻറ്റു സൈഡ് ആണ് പെരിമീറ്റർ. അപ്പൊ ഇവിടെ 4 ഇൻറ്റു സൈഡ് എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പൊ ഈ സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 36. അപ്പൊ ഞാൻ ഇവിടെ എക്സ് പ്ലസ് 1 എടുത്ത് ഈ 4നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ എത്രയായി? 36 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. അപ്പൊ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 9 ആയി. അപ്പൊ എക്സ് ഈക്വൽ ടു എന്തായി മാറും? 9 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 8 ആയി കിട്ടി. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? ആദ്യം നമ്മൾ പറഞ്ഞത് അല്ലെ, ഒരു സ്ക്വയർ ഉണ്ട് എന്ന് പറഞ്ഞു. ആ സ്ക്വയറിന്റെ ലെങ്ത് 1 ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എക്സ് കൊടുത്തു. അപ്പൊ അടുത്ത എന്താവും സ്ക്വയർ അല്ലെ, എക്സ് പ്ലസ് 1 ആയി മാറും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചു അല്ലെ. പെരിമീറ്റർ ഇവിടെ എത്രയാണ്? 36 ആണ് അല്ലെ. 4 ഇൻറ്റു സൈഡ് ആണ് നമ്മളെ പെരിമീറ്റർ കാണാൻ പറയുന്നത്. ഇവിടെ സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ, എക്സ് പ്ലസ് 1 ഈക്വൽ ടു ആയി 36 ആയി. അപ്പൊ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 36 ബൈ 4 ആയി, ദാറ്റ് ഇസ് 9. അപ്പൊ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 9, എക്സ് ഈക്വൽ ടു 9 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 8. അപ്പൊ എന്ത് കിട്ടി നമുക്ക് ഇവിടെ അല്ലെ? ഈച്ച് ഒറിജിനൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈച്ച് സൈഡ് ഓഫ് എ എന്താണ് ഒറിജിനൽ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? നമുക്ക് എക്സ് ആണ് കിട്ടേണ്ടത്. അത് എത്രയാണ്? 8 മീറ്റർ ആണെന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോവുകയാണ്. പേജ് നമ്പർ 81 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയണേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. When each side of a square reduced by 2 meter, the area become 49 square meter. What is the length of a side of the original square? എന്താ പറഞ്ഞത്? ആദ്യം ഒരു സ്ക്വയർ ഉണ്ട് അല്ലെ, അതിന് ഞാൻ എക്സ് എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. പിന്നെ രണ്ടാമത്തെ സ്ക്വയർ കിട്ടുന്നതിന് റെഡ്യൂസ് ചെയ്തു എന്നാ പറഞ്ഞു, കുറഞ്ഞു എന്നാണ്. എത്രയാണ് ആ സൈഡ് കുറഞ്ഞത് അല്ലെ? 2 മീറ്റർ കുറഞ്ഞു എന്നാണ്. അപ്പൊ ഇവിടെ എന്താവും? എക്സ് മൈനസ് 2 ആയി മാറും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒറിജിനൽ സൈഡ് അഥവാ ഇതിന്റെ എത്ര ആയിരിക്കും എക്സ് എന്ന്? അപ്പൊ അത് ഞാൻ ചെയ്ത പോലെ എന്ത് ചെയ്തു? ഈച്ച് ഒറിജിനൽ സ്ക്വയർ ഇവിടെ എത്രയാണ്? എക്സ് കൊടുത്തു. അടുത്തെന്താണ് നമുക്ക് അല്ലെ, ന്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 2 ആണ്. ഇവിടെ നമ്മൾ പെരിമീറ്റർ ആയി നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞിരുന്നത് അല്ലെ, നമ്മളെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി തുടങ്ങുന്ന മുമ്പായി ചെയ്തത്. ഇവിടെ പെരിമീറ്റർ അല്ല, ഇവിടെ എന്താ ഏരിയ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏരിയ ഈക്വൽ ടു നമുക്ക് ഇവിടെ ഏരിയ എത്ര തന്നിട്ടുണ്ട് നമുക്ക് അല്ലെ, ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ? 49 ആണ്. നമുക്ക് ഏരിയ കാണുന്ന ഇക്വേഷൻ അറിയാം, സൈഡ് സ്ക്വയർ ആണ് ഈക്വൽ ടു 49. സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 49.
ഞാൻ ക്ലാസ് ഒന്ന് പറഞ്ഞിരുന്നു എക്സ് സ്ക്വയർ ഈക്വൽ ടു എ ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് എ എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ എന്തായി എക്സ് മൈനസ് ടു എന്തായി √49. നമുക്കറിയാം √49 എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു എന്തായി 7 + 2 എന്ന് പറഞ്ഞാൽ എത്രയായി 9 ആയി മാറി. അപ്പൊ എന്ത് ചെയ്താം ദ ഈച്ച് സൈഡ് ഓഫ് എ ഒറിജിനൽ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ് 9 മീറ്റർ ആണ് കിട്ടിയത്. നേരത്തെ പോലെ തന്നെയാണ് വരുന്നത്. ഇവിടെ റെഡ്യൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ എത്രയാവും കുറഞ്ഞു, അത് സബ്ട്രാക്ഷൻ ആയി മാറും. മറ്റേതാണെങ്കിൽ എന്ത് പ്ലസ് ആയി മാത്രമേ മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? എ സ്ക്വയർ ഗ്രൗണ്ടഡ് ഹാസ് എ 2 meter wide path all around it. The total area of the ground and path is 1225 square meter. What is the area of the ground along? ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? നമ്മുടെ കയ്യിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ക്വയർ ഉണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കൽ നമ്മൾ SLC പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ മോഡൽ ക്വസ്റ്റ്യന്. അതുകൊണ്ട് ഒന്ന് ഇമ്പോർട്ടൻസ് മാർക്ക് ചെയ്യണേ. ഇവിടെ എന്താ പറയുക, നമ്മള് ഒരു സ്ക്വയർ ഓഫ് എ ഗ്രൗണ്ട് ഹാസ് 2 meter path. അപ്പൊ ഒരു സ്ക്വയർ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് എന്ന് വിചാരിക്കാം അല്ലെ. ആ ഗ്രൗണ്ട് ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പാത്ത് ഉണ്ട് 2 meter വെച്ച്. അപ്പൊ എന്താവും ഇതൊക്കെ എന്താവും 2 meter എന്താണ് ലെങ്ത് ആണ് ഇവിടെ വരുന്നത്. 2 meter ആണ് വരിക. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെയും ഒരു 2 meter വരും. അപ്പൊ ഇത് ഞാൻ ഗ്രൗണ്ടിന് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ മൊത്തം വലിയ സ്ക്വയർ എന്താവും എക്സ് പ്ലസ് ഇവിടെ ഒരു 2 ഉണ്ട് പ്ലസ് ഇവിടുത്തെ 2 കൂടി ആഡ് ചെയ്തപ്പോ എന്തായി എക്സ് പ്ലസ് 4 ആയി വരും. ഓക്കെ, അപ്പൊ ന്യൂ സ്ക്വയർ അല്ലെങ്കിൽ ഈ പാത്തും കൂടി ചേർന്ന ഇതിൽ വരുമ്പോ എന്താവും എക്സ് പ്ലസ് 4 ആവും ആ സൈഡ്. ഒന്നുകൂടി പറയാന്, ഞാൻ ഗ്രൗണ്ടിന് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ പാത്ത് എത്ര വിടുത്ത് എന്ന് പറയുന്നത് 2 meter വിടുത്ത് ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ഇത് 2 ആണ്, അതേപോലെ ഇവിടെയും 2 ഉണ്ട്. അപ്പൊ മൊത്തം ഈ ഇവിടെ മുതൽ ഇതുവരെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2 പ്ലസ് 2 ആണ്. അപ്പൊ എക്സ് പ്ലസ് 4 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതി അല്ലെ, ഒരു ഈച്ച് സൈഡ് ഓഫ് എ ഗ്രൗണ്ട് എന്ന് പറയുകയാണ് എക്സ് കൊടുത്തു. ഈച്ച് സൈഡ് ഓഫ് എ ഗ്രോത്ത് പ്ലസ് ആരും കൂടിയാണ് പാത്തും കൂടിയും ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്താണ് 4 centimeter ആണ് വരുന്നത്. പിന്നെ എന്ത് പറഞ്ഞു, ദ ടോട്ടൽ ഏരിയ ഓഫ് എ ഗ്രൗണ്ടഡ് ആൻഡ് പാത്ത് ഈസ് 125 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ഇതിന് മുഴുവനായിട്ടും വരുന്ന ഇതിന് മൊത്തം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ട് 1225 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഏരിയ കാണാനുള്ള ഇക്വേഷൻ അറിയാം, എന്താണ് സൈഡ് സ്ക്വയർ ഈക്വൽ ടു 1225 ആണ്. അപ്പൊ ഇവിടെ സൈഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ആണ് ഈക്വൽ ടു 1225. ഒന്നുമില്ല, ഇത് ഞാൻ എക്സ് നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഈ അല്ലെ ഈ ഗ്രൗണ്ടിന്റെ ഏരിയ എത്ര, ഗ്രൗണ്ടിന്റെ സൈഡ്സ് എത്ര മീറ്റർ ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എലോങ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് എ ഗ്രൗണ്ട് അല്ലെങ്കിൽ അല്ല ഏരിയ ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഗ്രൗണ്ടിന്റെ സൈഡ് എക്സ് കണ്ടുപിടിക്കണം, അതിന് എന്ത് ചെയ്യണം ഏരിയ കൂടിയും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞെന്തായിരുന്നു, ഈ പാത്ത് ഗ്രൗണ്ട് ചുറ്റും ഒരു നടപ്പാത ഉണ്ട്, ആ പാത്ത് ഉണ്ടെന്നാണ്. ആ പാത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ വെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 ആണ്. അപ്പൊ ഇവിടെയും 2 ആണ്. അപ്പൊ എന്താവും നമുക്ക് ഈ മൊത്തം ഈ നടപ്പാതയോടും ചേർന്ന് പാത്ത് കൂടി ആ നടക്കുന്ന വഴിയോടും ചേർന്ന് ആ സ്ക്വയറിന്റെ മൊത്തം സൈഡ് എന്തായി മാറും എക്സ് പ്ലസ് 4 ആയി മാറും. അതാണ് അവിടെ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അല്ലെ, ഈച്ച് സൈഡ് ഓഫ് എ ഗ്രൗണ്ട് ഈക്വൽ ടു എക്സ് കൊടുത്തു. അപ്പൊ പാത്ത് കൂടി ചെയ്തപ്പോ എന്തായി എക്സ് പ്ലസ് 4 ആയി. But total area of a ground and path എത്ര 120 അല്ലെ 12225 ആണ് തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ നമുക്കറിയാം സൈഡ് സ്ക്വയർ ഈക്വൽ ടു 120. ഇനി എക്സ് പ്ലസ് 4 ഈക്വൽ ടു എന്തായി √1225 ആണ്. ഇതിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 35ന്റെ ആണ് വരിക. ഇതിന്റെ റൂട്ട് വരുന്നത് റൂട്ട് ഓഫ് 1225 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ് 35 ആണ്. അപ്പൊ എക്സ് പ്ലസ് 4 ഈക്വൽ ടു 35, x ഈക്വൽ ടു 35 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 31 ആണ് നമുക്ക് ഇതിന്റെ വാല്യൂ വരുന്നത്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് സ്ക്വയർ കിട്ടിയല്ലോ അല്ലെ. ആ ഗ്രൗണ്ടിന്റെ എന്താണ് നമുക്കറിയാം എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എത്ര 31 മീറ്റർ ആണ്. ഇനി ആ ഗ്രൗണ്ടിന്റെ ഏരിയ ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ എന്താവും എക്സ് സ്ക്വയർ, എക്സ് എന്ന് പറഞ്ഞാൽ 31 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോ എത്ര കിട്ടും 961 മീറ്റർ സ്ക്വയർ ആയി ഇതിന്റെ ഏരിയ വന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്, തേർഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, the square of a term in an arithmetic sequence is 258 etc is 2500. What is the position?
n ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ xnth ടേം അല്ലെ, nth ടേം ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അതിന്റെ എത്രയാണ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടേം ആണ് 2500. അപ്പൊ ആദ്യം നമ്മൾ ഇതിന് xn കണ്ടുപിടിക്കണം. എന്താണ് ക്വസ്റ്റ്യൻ? The square of a term in arithmetic sequence is 2, 5, 8 etc. is 2500 എന്ന് പറഞ്ഞാൽ നമ്മൾ xn ന്റെ സ്ക്വയർ ആണ് തന്നിട്ടുള്ളത് 2500 തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ n ന്റെ വാല്യൂ, ഈ n എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ തന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ nth ടേം കാണാൻ ബുദ്ധിമുട്ടില്ല. നമുക്കറിയാം ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 2 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5 - 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇനി xn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? dn പ്ലസ് f മൈനസ് d ആണ്. d എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് 3 ആണ്. n പ്ലസ് f എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 ആണ് അല്ലെ. കോമൺ ഡിഫറൻസ് 3. അപ്പൊ എന്താ? 3n മൈനസ് 1 അല്ലെ. 2 മൈനസ് 3 എന്ന് പറയുമ്പോൾ -1. ഇനി എന്ത് ചെയ്യാ? അതിന്റെ സ്ക്വയർ ചെയ്യുക. അപ്പൊ അല്ലെ xn ഹോൾ സ്ക്വയർ ഈക്വൽ ടു 3n മൈനസ് 1 ഹോൾ സ്ക്വയർ. ഈ xn എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലെങ്കിൽ xn സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം? 2500 ഈക്വൽ ടു 3n മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇനി 3n മൈനസ് 1 എന്ന് പറയുമ്പോൾ റൂട്ട് എന്തായി? 2500. ഒന്നുമില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ ദി സ്ക്വയർ ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 2, 5 etc. ഈസ് എത്രയാണ്? 250. അഥവാ xn സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2500 ആണ്. അഥവാ 2500 ആണ്. അപ്പൊ നമുക്ക് n കണ്ടുപിടിക്കണം. എത്രാമത്തെ പൊസിഷനിലാണ് ഈ സ്ക്വയർ 2500 വരുന്നത്? അപ്പൊ ഇതിന്റെ ഈ ടേം 2, 5, 8 etc. nth ടേം കണ്ടെടുത്തി. എത്രയാണ്? xn ഈക്വൽ ടു 3n മൈനസ് 1. അതിനെ സ്ക്വയർ ചെയ്തു. അപ്പൊ എന്താ? 3n മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് ചെയ്തു. ഇത് അതിന്റെ റൂട്ട് കണ്ടെത്തിയപ്പോൾ എത്രയായി? 3n മൈനസ് 1 ഈക്വൽ ടു എത്രയാണ്? 50 ആണ്. റൂട്ട് ഓഫ് 2500. അപ്പൊ എന്ത് കിട്ടിയപ്പോ നമുക്ക് അല്ലെ? 3n മൈനസ് 1 ഈക്വൽ ടു 50. 3n ഈക്വൽ ടു 50 അല്ലെ. -1 അങ്ങോട്ട് പോകുമ്പോ +1. അപ്പൊ എന്തായി? 3n ഈക്വൽ ടു 51. n ഈക്വൽ ടു 51/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17 ആണ്. അപ്പൊ ഇവിടെ എത്രാമത്തെ ടേം ആണ്? ഇറ്റ് ഈസ് ദി എന്താണ്? 17th ടേം ആണ് ആര് വരുന്നത് അല്ലെ? ഇതിന്റെ സ്ക്വയർ ചെയ്താൽ അല്ലെ 2500 വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എത്രാമത്തെ ക്വസ്റ്റ്യൻ? ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? A 2000 rupees was deposited in a scheme in which interest is compound annually. After 2 years, the amount of the account has 2205 rupees. What is the total interest? അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എത്ര പെർസെന്റേജ് ഉണ്ട് എന്നാണ്. അപ്പൊ സ്മോൾ ലെറ്റർ r ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. എന്താണ്? a into p into 1 plus r by 100 raised to n ആണ്. ഇവിടെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് 2205 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. p എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 2000 ആണെന്നും n എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തേക്കാണ്? ഇയർ എന്ന് പറഞ്ഞാൽ 2 ഇയറിലേക്കെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇത് എന്ന് പറഞ്ഞാൽ p ആണ്, ഇത് പറഞ്ഞാൽ n ആണ്, ഇതെന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ a ആണ്. അത് നേരെ എന്ത് ചെയ്യുക? ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ എന്താണ്? a ഈക്വൽ ടു p ഇൻറ്റു 1 പ്ലസ് r ബൈ 100 raised to n. a എന്ന് പറഞ്ഞാൽ 2205, p എന്ന് പറഞ്ഞാൽ 2000, 1 പ്ലസ് r എന്നറിയില്ല, അത് നമ്മൾ എടുത്തു, ഡിവൈഡഡ് ബൈ n. n എന്ന് പറഞ്ഞാൽ 2. ഇനി എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ 1 പ്ലസ് r ബൈ 1000 r ബൈ 100 raised square equal to 2205 divided by 2000. ഇനി ഇതിന് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം അല്ലെ. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താവും? 441 ഡിവൈഡഡ് ബൈ എത്രയായി അല്ലെ? 400 അല്ലെ. അതിന് 5 കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഇവിടെ ഇൻറ്റു 5 ചെയ്താൽ ഇതാണ് കിട്ടുന്നത്, ഇതിൽ ഇൻറ്റു 5 ചെയ്താൽ ഇതാണ് കിട്ടുന്നത്. അപ്പൊ ഈ 5 കോമൺ ആയി വെട്ടി ക്യാൻസലേഷൻ കഴിഞ്ഞാൽ 441 ഡിവൈഡഡ് ബൈ 400. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 പ്ലസ് r ബൈ 100 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് അല്ലെ. നമുക്കറിയാം എക്സ് സ്ക്വയർ ഈക്വൽ ടു a ആണെങ്കിൽ എക്സ് ഈക്വൽ ടു റൂട്ട് a. അപ്പൊ അതേപോലെ എന്തായാലും ഇവിടെ റൂട്ട് ഓഫ് 411 ഡിവൈഡഡ് ബൈ 400. അപ്പൊ 441 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21ന്റെ റൂട്ട് ആണ്. 400ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്. അപ്പൊ 1 പ്ലസ് r ബൈ
100. ഇനി ഇവിടെ r plus 100 എഴുതി 1നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും മൈനസ്. അപ്പൊ 21 minus 20 minus 1. ഇവിടെ എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഈക്വൽ ടു ഉണ്ടാവും 21 minus 20 divided by 20. എന്താണ് നമുക്ക് a by b minus c by d എന്ന് പറഞ്ഞാൽ ad minus bc divided by bd ആണ്. അതേപോലെ ഇവിടെ 21 minus 20 into 1 എന്ന് പറഞ്ഞാൽ 20. അപ്പൊ എന്തായി 1 by 20 എന്ന് കിട്ടി. അപ്പൊ എന്ത് കിട്ടി ഇപ്പൊ നമുക്ക് അല്ലെ, r by 100 equal to അല്ലെ 1 by 20 ആണ്. r equal to 1 by 20 into ഡിനോമിനേറ്റർ 100 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ഈക്വൽ അപ്പുറമോ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരിക. അപ്പൊ ഈ 0 ക്യാൻസൽ ആയി. അപ്പൊ 10 by 2 ആയി. 10 by 2 എന്ന് പറഞ്ഞാൽ 5. അപ്പൊ എത്ര റേറ്റ് ആണ് വന്നത് അല്ലെ, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു 5% ആണ് വന്നിട്ടുള്ളത്. ഒന്നുമില്ല, ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉപയോഗിച്ച ഇക്വേഷന് എ എന്ന് പറഞ്ഞ 2205, പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് 2000, n എന്ന് പറഞ്ഞ 2 ആണ്. ഇനി എന്ത് ചെയ്തു, ഇതിനെ ഈ 2000 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഡിവിഷൻ ആയി മാറി. അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം, 441 into 5 എഴുതാം. 2000 400 into 5 ആക്കാം. കോമൺ ആയിട്ട് 5 ക്യാൻസൽ ആയി പോയി. എന്ത് ചെയ്തു, 441 divided by 400. ഇനി 44 divided 1നെ എന്ത് ചെയ്തു, വീണ്ടും ഞാൻ മാറ്റി എഴുതി അല്ലെ, റൂട്ട് കൊടുക്കുമ്പോ 21 divided by 20. ഈ പ്ലസ് 1 അങ്ങോട്ട് പോകുമ്പോ -1 ആയി. അവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അപ്പൊ എന്തായി 1 by 20. അപ്പൊ r by എന്തായി, r by 100 equal to 1 by 20 ആണ്. അപ്പൊ r equal to എന്തായി, ഈ 100നെ മൾട്ടിപ്ലൈ അങ്ങോട്ട് പോകുമ്പോ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരിക. അപ്പൊ എന്തായി 1 by 20 into 100. 0 വെട്ടി. അപ്പൊ 10 by 2 ആയി. 10 by 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 ആണ്. അപ്പൊ എന്ത് പറയാം, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു 5% ആണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് 8ാം ക്ലാസ്സിൽ പഠിച്ച 2 റിസൾട്ടുകൾ പറയാൻ പോവുകയാണ്. എന്താണ്, എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2ax പ്ലസ് എ സ്ക്വയർ, അല്ലെങ്കിൽ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ. ഒന്നുമില്ല, നമ്മൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പഠിച്ചില്ലേ, അത് തന്നെയാണ് ഇവിടെ വൈന്റെ സ്ഥാനത്ത് എ ആയിരുന്നുള്ളൂ. എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് എ സ്ക്വയർ ആണ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ. അതേപോലെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് എ സ്ക്വയർ ആണ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. അപ്പൊ ഇതാണ് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, ചെറുതായിട്ട് ഒരു ബുദ്ധിമുട്ട് വരുന്ന ഭാഗമാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. നമ്മൾ കുറെ ഇക്വേഷൻ ഫോം ചെയ്യാൻ പഠിച്ചിരുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തൊട്ട് മുമ്പ്. ഇങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്തു എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. ഇനി അപ്പൊ ഇതിനെയാണ് നമ്മൾ ഈ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിലേക്ക് ആക്കാൻ പോകുന്നത്. ഒന്നുമില്ല, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ് സ്ക്വയറിനെ അതേപോലെ എടുത്ത് എഴുതുക പ്ലസ് ഈ 2ax അതേപോലെ എടുത്ത് എഴുതുക. ഇനി ഈ എക്സ് ഒഴിവാക്കിയിട്ട് ബാക്കി എന്ത് ടേം ഉള്ളൂ, 2a മാത്രമേ ഉള്ളൂ. അതിന് എടുത്ത് എഴുതുക. അതിനെ ബൈ 2 ചെയ്യുക. എന്നിട്ട് അതിന് എന്ത് ചെയ്യുക, സ്ക്വയർ കൊടുക്കുക. ഈക്വൽ ടു ബി കൊടുത്തു പ്ലസ് ഇവിടെ എന്താണോ ചെയ്തത് അത് തന്നെ ഇവിടെ എടുത്ത് എഴുതുക. 2a by 2 ഹോൾ സ്ക്വയർ. ഒന്നുകൂടി പറയാണ്, എക്സ് സ്ക്വയർ പ്ലസ് 2ax ഈക്വൽ ടു ബി ആണെങ്കിൽ അതിനെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 2ax എഴുതി. ഈ എക്സിനെ ഇവിടെ നിന്ന് ഒഴിവാക്കി ബാക്കി 2a സെലക്ട് ചെയ്തു. അതിന് 2 ഡിവിഷൻ നടത്തി അതിന് സ്ക്വയർ കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യുക, അത് ഇവിടെ എന്താണോ ഇത് അതേപോലെ എടുത്ത് എഴുതി. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 2ഉം ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്താവും, എക്സ് സ്ക്വയർ പ്ലസ് 2ax പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു ബി പ്ലസ് എന്തായി എ സ്ക്വയർ. ഇതെന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലേക്ക് വന്നില്ലേ, എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലേക്ക് വന്നു. അപ്പൊ എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ബി പ്ലസ് എ സ്ക്വയർ എന്ന രൂപത്തിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇത് ജനറലി പറഞ്ഞു എന്നുള്ളൂ, ഒരു എക്സാമ്പിൾ. എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 8. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്താൽ മതി, എക്സ് സ്ക്വയർ പ്ലസ് 2x എഴുതി. ഈ എക്സിനെ ഒഴിവാക്കി ബാക്കി ആരേ ഉള്ളൂ, 2 ഉള്ളൂ. അതിന് 2 ഡിവിഷൻ നടത്തി. എന്നിട്ട് അതിന് സ്ക്വയർ കൊടുത്തു. ഈക്വൽ ടു 8 ഇട്ടു
8 ഇപ്പുറത്ത് 2 ബൈ 2 ചെയ്തു. ഇതേ സെൻസ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തു. ഇനി എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 അല്ലെ 2 ബൈ 2 1 ആണ്. 8 പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇതെന്ത് പറഞ്ഞു? എന്റെ സ്ഥാനത്ത് ഇവിടെ ആരാ? 1 ആണ് അല്ലെ. അപ്പൊ എന്റെ സ്ഥാനത്ത് 1 കൊടുത്തു, ഹോൾ സ്ക്വയർ കൊടുത്തു. 8 പ്ലസ് 1 അല്ലെ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9. എക്സ് പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് 9. റൂട്ട് 9 എത്രയാണ്? 3 ആണ്. അപ്പൊ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഒന്നുകൂടിയും പറയാണ്, ഇത് അതേപോലെ എടുത്ത് എഴുതി. എക്സ് ഒഴിവാക്കി ബാക്കി നമ്പർ സെലക്ട് ചെയ്തു, 2 സെലക്ട് ചെയ്തു, ബൈ 2 ചെയ്തു, അതിന് സ്ക്വയർ കൊടുത്തു. ഇതന്നെ ഇവിടെ എടുത്ത് എഴുതി. ഇനി 2 ബൈ 2 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. നമുക്കറിയാം എക്സ് പ്ലസ് അല്ലെ എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2ax പ്ലസ് എ സ്ക്വയർ ആണ്. ഇവിടെ എന്റെ സ്ഥാനത്ത് ആരായി വന്നു? ഇവിടെ 1 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 1. അപ്പൊ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 8 പ്ലസ് 1 ആണ്. 8 പ്ലസ് 1 ആണ് 9. അപ്പൊ എക്സ് പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് 9 ഈക്വൽ ടു 3, എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. First question, what is the number is to be added to x square plus 6x to get a perfect square? B question, if x square plus ax plus 16 is a perfect square, which is a number is a? C question, if x square plus ax plus b is a perfect square, prove that a square equal to ab. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എക്സ് ഈസ് എ നമ്പർ, ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇതിന് എപ്പോഴാണ് നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ എഴുതാൻ പറ്റുക നോക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം ഇത് എടുത്ത് എഴുതി എക്സ് സ്ക്വയർ പ്ലസ് 6x-നെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു? ഈ 6-നെ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഡിവിഷൻ നടത്തി അല്ലെ 6 ഇട്ടു, അതിന് ഡിവിഷൻ നടത്തി, അതിന് സ്ക്വയർ ഇട്ടു, ഈക്വൽ ടു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 6x, 6 ബൈ 2 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ അല്ലെ. 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 9 ആണ് വരുന്നത്. അപ്പൊ എന്താവും? എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് വേണമെങ്കിൽ നമുക്ക് 9. അപ്പൊ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നതാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ആൻസർ എന്താക്കി കൊടുക്കാം അല്ലെ, ഒന്ന് 3 സ്ക്വയർ ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ 9 എഴുതാം. അപ്പൊ എന്ത് ആഡ് ചെയ്തപ്പോഴാണ്? 3 സ്ക്വയർ ചെയ്തപ്പോഴാണ്, അല്ലെങ്കിൽ 9 ആഡ് ചെയ്തപ്പോഴാണ്. ഐഡിയ കിട്ടിയല്ലോ. 6 ബൈ 2 ഹോൾ സ്ക്വയർ എന്ന രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, if x square plus ax plus 16 is the perfect square of a വാല്യൂ എന്തായിരിക്കും? നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ വീണ്ടും ചെയ്യേണ്ടത്. ax plus by 16 ആണ് ഉള്ളത്. നമുക്കറിയാം ഇവിടെ എടുത്ത് എഴുതണമെങ്കിൽ ഇതിനെ പറ്റി നമുക്ക് അറിയാമായിരുന്നു. എന്ത് ചെയ്യുന്നു? ഇതേ ഡിവൈഡഡ് ബൈ 2 ഇതിനെ സ്കോർ ചെയ്താലാണ് ഈ നമ്പർ കിട്ടുക എന്ന് നമുക്കറിയാം അല്ലെ. നേരത്തെ എഴുതിയിരുന്നു എക്സ് സ്ക്വയർ പ്ലസ് എന്തായിരുന്നു നമ്മൾ നേരത്തെ എഴുത് 6x നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ 6 ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ നമ്പർ കിട്ടിയത്. അപ്പൊ നേരെ പറയാൻ ഇതേ ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ കിട്ടണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ a ബൈ 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16. അപ്പൊ a ബൈ 2 ഈക്വൽ ടു റൂട്ട് 16 ആണ്. a ബൈ 2 ഈക്വൽ ടു റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4. a ഈക്വൽ ടു എന്തായി? 4 into 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ് വന്നത്. അപ്പൊ എന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 8 ആണ്. ഒന്നുകൂടിയും പറയാണ്, ഈ a എടുത്തു, ബൈ 2 ഹോൾ സ്ക്വയർ എടുത്തു, ഇതിനെവിടെ 8 ചെയ്തു, ഈസ് ഈക്വൽ ടു 16. കാരണം എന്താ? നമ്മൾ ഇതിനെ കിട്ടി ഇങ്ങോട്ടാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു അല്ലെ, ax സ്ക്വയർ പ്ലസ് ax പ്ലസ് ഇവിടെ b a ബൈ 2 ഹോൾ സ്ക്വയർ ആയിരുന്നു. ഇവിടെ നമ്മൾ ചെയ്ത് a ബൈ 2 ഹോൾ സ്ക്വയർ എങ്ങനെ കിട്ടി? ഇതിനെ ഇങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുന്ന രീതി നേരെ റിവേഴ്സ് ആയി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ a ബൈ 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഈ 16 എടുത്ത് എഴുതി. ഓക്കെ, ഇതിനെ ഡിവിഷൻ ചെയ്ത് സ്ക്വയർ ചെയ്താൽ ഇത് കിട്ടണം എന്നാ പറഞ്ഞത്. അപ്പൊ ഇതേ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഈക്വൽ ടു 16 എഴുതി, ഈ സ്ക്വയറിനെ മാറ്റിയപ്പോ റൂട്ട് കൊടുത്തു, എന്നിട്ട് കിട്ടി. ഇനി സി ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ, പ്രൂവ് ദാറ്റ് എ സ്ക്വയർ ഈക്വൽ ടു ബി. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി ആണ്. ഇതിന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആര് കിട്ടണം? ഈ ബി കിട്ടണം എന്നാ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തു അല്ലെ,
ഇതിനൊന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞു. എ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു ബി. അപ്പൊ എ സ്ക്വയർ എന്ന് പറഞ്ഞ എന്തായി, 4 അങ്ങോട്ട് കൊണ്ടുപോയപ്പോ 4b ആയി മാറി. കിട്ടിയല്ലോ. അതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഒന്നുമില്ല, ഇത് എടുത്തേരി ഇതിന്റെ എടുത്തേരി എ ബൈ 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ബി ആക്കി. ഇതിനെ സ്ക്വയർ ചെയ്തു. എ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു ബി. ഈ 4 അങ്ങോട്ട് കൊണ്ടുപോയാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഭാഗത്തേക്ക് എത്തി. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 86 ആണ്. ഇനി 86 എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ, 1 added to the product of two consecutive even number gives 289. What are the numbers? അപ്പൊ ഇതിൽ എന്താണ്, വാട്ട് ആർ ദി നമ്പേഴ്സ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിന്റെ നമ്പേഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം പറഞ്ഞു. അപ്പൊ കോൺസിക്യൂട്ടീവ് അല്ലെ, ഈവൻ നമ്പേഴ്സ് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഒക്കെ എഴുതിയിരുന്നു അല്ലെ, അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു അല്ലെ, to be consecutive even number be x, x plus 2. ഇത് ബുദ്ധിമുട്ടുണ്ടോ? ഈ x plus 2 എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഈവൻ നമ്പേഴ്സ് ആരൊക്കെയാണ്? 2, 4, 6, 8 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ്. ഞാൻ ഈ 2 അതേപോലെ എടുത്ത് എഴുതി. 4 എഴുതി 2 plus 2 ആയി. 6 എന്താക്കി? 2 plus 4 ആക്കി. 8 എന്തായി? 2 plus 6. ഞാൻ x എന്ത് കൊടുക്കുകയാണ്? 2 x കൊടുക്കുക. അപ്പൊ ഇത് x ആയി. ഇതെന്തായി? x plus 2 ആയി. ഇതെന്തായി? x plus 4 ആയി. അപ്പൊ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ എടുത്തു? ഞാൻ x ഉം x plus 2. അങ്ങനെയാണ് x plus 2. നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ അടുത്ത വന്നേക്കണേ, 1 added to the product of the two consecutive even numbers giving 289. എന്ന് പറഞ്ഞാൽ ഈ കോൺസിക്യൂട്ടീവിന്റെ നമ്പറിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ഇതാണ് നമ്മളെ ഫസ്റ്റ് ടേമും അല്ലെ, കോൺസിക്യൂട്ടീവ് ടേംസുകൾ എന്ന് പറഞ്ഞാൽ എക്സും എക്സ് പ്ലസ് ടുവിന്റെ പ്രൊഡക്റ്റോട് കൂടി ആര് ആഡ് ചെയ്യാൻ പറഞ്ഞു അല്ലെ, 1 ആഡ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് കിട്ടിയതാണ്? 289 കിട്ടി എന്ന് പറഞ്ഞു. ഒന്നുകൂടിയും പറയാണ്, ടു കോൺസിക്യൂട്ടീവ് നമ്പർ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ്, എക്സ് പ്ലസ് 2. ക്വസ്റ്റ്യൻ പറഞ്ഞത് 1 added to the product of two consecutive even numbers. അപ്പൊ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2. അതുകൂടി എന്ത് ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം. പ്ലസ് 1 ഈസ് ഈക്വൽ ടു ഗിവ്സ് ഈക്വൽ ടു 281. ഇനി എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 2, 2x പ്ലസ് 1 ഈക്വൽ ടു 281. ഞാൻ എന്ത് ചെയ്യാണ്? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1ന്റെ ഒരു സ്ക്വയർ കൊടുത്തു. കാരണം 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 289. അപ്പൊ നമ്മൾ പഠിച്ചിരുന്ന റിസൾട്ടിലേക്ക് വന്നല്ലോ, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന റിസൾട്ട് ആയി വന്നു അല്ലെ. എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2ax പ്ലസ് എ സ്ക്വയർ ആണ്. ഇവിടെ എന്റെ സ്ഥാനത്ത് ആരായി വന്നു? 1 ആയി. അപ്പൊ എക്സിന്റെ എന്റെ സ്ഥാനത്ത് 1 ആയപ്പോ ഇവിടെ എന്തായി? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 289. ഇനി എന്ത് ചെയ്യാം അല്ലെ, എക്സ് പ്ലസ് 1 ഈക്വൽ ടു എന്തായി? റൂട്ട് 289. ഞാൻ പറഞ്ഞിരുന്നു 25 വരെയുള്ള ബൈഹാർട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ റൂട്ട് 289 എന്ന് പറഞ്ഞാൽ 17 ആണ്. അപ്പൊ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 17. എക്സ് ഈക്വൽ ടു 17 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ആണ് വന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 16 ആയി. ബുദ്ധിമുട്ടില്ല ഈ സെന്റൻസ്. ഇവിടെ 1 സ്ക്വയർ സ്ഥാനത്ത് 1 ആയിരുന്നുള്ളൂ. അപ്പൊ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 289. എക്സ് പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് ഓഫ് 289 ഈക്വൽ ടു 17. എക്സ് പ്ലസ് 1 ഈക്വൽ ടു 17. എക്സ് ഈക്വൽ ടു 17 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയാണ്? ഇത് ഈവൻ നമ്പേഴ്സ് അല്ലെ. ഈവൻ നമ്പേഴ്സ് ആരൊക്കെയാണ്? എക്സ്, എക്സ് പ്ലസ് 2 ആണ്. എക്സ് ഇവിടെ എത്രയാണ്? 16 ആണ്. പിന്നെ 16 പ്ലസ് 2 കിട്ടി ഈക്വൽ ടു 16, 18 ആണ് നമ്മുടെ ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? 9 added to the product of two consecutive multiple of 6 gives 729. What are the numbers? അപ്പോൾ 9ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരുന്നത് അല്ലെ. മൾട്ടിപ്പിൾ ഓഫ് 6 ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിയാൽ മതി. 6, 12 അല്ലെ, 18. 6നെ 6 ഇട്ട് എഴുതി. 12നെ 6 പ്ലസ് 6 ആക്കാം. പിന്നെന്താ 6 പ്ലസ് 12 ആക്കാം.
അല്ലെ? ആ രീതിയിലേക്ക് പോവാണ്. അപ്പൊ 6ന് x കൊടുത്താൽ ഇവിടെ എന്തായി x+6 എന്ന രീതിയിലേക്ക് വരും. അപ്പൊ ആ നമ്പേഴ്സ് 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാവും? x, x+6. അപ്പൊ ഇത് കിട്ടിയാലോ 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. ഇതേ രീതിയിലാണ് നമ്മൾ ഈവൻ നമ്പേഴ്സ് എഴുതിയിരുന്നു, ഓഡ് നമ്പേഴ്സ് പറഞ്ഞിരുന്നു, ആൽജിബ്രിക് ഫോം എഴുതേണ്ട രീതി ഞാൻ പറഞ്ഞിരുന്നു. ഈ രീതിയിൽ എഴുതി പോയാൽ നമുക്ക് തെറ്റാതെ കിട്ടും x, x+6. ഇനി അടുത്തെന്താ? The 9 are the product of 2 consecutive. ഈ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ്. അപ്പൊ x into x+6. അതുകൂടി ആരെ ആഡ് ചെയ്യുക? 9 ആഡ് ചെയ്യുക. Gives എത്ര കിട്ടി? 7 to 9. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ x² plus 6x plus 9 equal to 7 to 9. 9 നമുക്ക് അല്ലെ ഏതിന്റെയോ ഒരു സ്ക്വയർ ആക്കി എഴുതി കൂടെ? ഏതിന്റെയാണ്? 3ന്റെ സ്ക്വയർ ആക്കി എഴുതാം. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പൊ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട് അല്ലെ? x+a ഹോൾ സ്ക്വയർ ആണെങ്കിൽ എന്തായിരുന്നു? a² plus 2ax plus a². അപ്പൊ a ന്റെ സ്ഥാനത്ത് ഇവിടെ ആരായി മാറി? 3 ആയി. അപ്പൊ x+3 ഹോൾ സ്ക്വയർ equal to 7 to 9 ആയി മാറി. എന്താണ് ഇവിടെ 3 വന്നത്? a ന്റെ പകരം ആരാണ് ഇവിടെ? അല്ലെ 3 ആണ് വന്നത്. അപ്പൊ എന്താ x+a ആയി മാറി. ഇവിടെ a ന്റെ സ്ഥാനത്ത് 3. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? അല്ലെ x+3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്തായി? 7 to 9 ആണ്. അപ്പൊ x+3 ഈക്വൽ ടു റൂട്ട് 7 to 9 ആണ്. അല്ലെ 7 to 9ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 27. അപ്പൊ x+3 ഈക്വൽ ടു 27. x ഈക്വൽ ടു 27 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 27 3 സബ്ട്രാക്ട് ചെയ്താൽ 24. അപ്പൊ നമ്മൾ പറഞ്ഞ നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം x, x+6 ആണ്. x എന്ന് പറഞ്ഞാൽ 24. ഇനി 24 plus 6 എത്രയായി? 24, 30 ആണ് നമുക്ക് ആര് വന്നത്? ആ നമ്പേഴ്സ് ആയിട്ട് വന്നത്. അപ്പൊ എന്താ കിട്ടിയ? നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തെ അല്ലെ നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യനും വന്നത്. ഇവിടെ ആകെ എന്ത് വ്യത്യാസമുള്ളൂ? +9 ആയി മാത്രമേ അതിനകത്ത് വ്യത്യാസമുള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? തേർഡ് ക്വസ്റ്റ്യൻ. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? The how many term of an arithmetic sequence 5, 7, 9 etc. must be added to get 140? പറഞ്ഞാൽ Sn എന്ന് പറഞ്ഞാൽ 140 ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ 140 കിട്ടണം. അപ്പൊ n കണ്ടെത്തണം. അപ്പൊ n കണ്ടെത്തി നമുക്ക് ഇതിന്റെ ആൽജിബ്രിക് ഫോം അറിയണം. എന്തായിരുന്നു ആൽജിബ്രിക് ഫോം? an² plus bn. അപ്പൊ a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസിന്റെ എന്താണ്? ഹാഫ് ആണ് വരുന്നത്. പിന്നെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് f കിട്ടുന്ന രീതിയാണ് നമ്മുടെ b എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ടേം കണ്ടെത്തുക. ഫസ്റ്റ് ടേം നമുക്ക് 5 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 7 minus 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അല്ലെ 2 ആണ് വരുന്നത്. അപ്പൊ Sn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 140 ആണ്. ഇനി a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോമൺ ഡിഫറൻസിന്റെ ഹാഫ് എന്നാണ്. അപ്പൊ അവിടെ കോമൺ ഡിഫറൻസിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 2/2 1. ഇനി b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ നിന്ന് അല്ലെ ഈ a എന്ന് സബ്ട്രാക്ട് ചെയ്യാം. ഈക്വൽ ടു 4. ഒന്നുകൂടി പറയാം, ഇക്വേഷൻ നമ്മൾ a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസിന്റെ ഹാഫ്, അതേപോലെ b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f മൈനസ് a ആണ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ അത് റിസൾട്ട് അപ്ലൈ ചെയ്തു. അപ്പൊ കോമൺ ഡിഫറൻസ് 2 ആണ്. 2/1 ആണ് 1. b എന്ന് പറഞ്ഞാൽ 5 minus 1 4. അപ്പൊ Sn ഈക്വൽ ടു നമുക്കറിയാം 140 ആണ്. Sn ന്റെ ആൽജിബ്രിക് ഫോം നമുക്കറിയാം an² plus bn ഈക്വൽ ടു 140. a എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പൊ 1² പ്ലസ് b എന്ന് പറയുമ്പോൾ 4n ഈക്വൽ ടു 140. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി നേരത്തെ നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുക? ഈ അല്ലെ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡിലേക്ക് മാറ്റാൻ പോവുകയാണ്. n² ഇട്ടു 4n ഇട്ടു. ഇനി എന്ത് ചെയ്യുക? ഇതിന്റെ ഹാഫ് എടുക്കുക 4/2. അതിന്റെ സ്ക്വയർ ചെയ്യുക ഈക്വൽ ടു 140 പ്ലസ് ഇവിടെ 4/2 ഹോൾ സ്ക്വയർ. ഇവിടെ എന്താ ചെയ്ത് അതേപോലെ ഇവിടെ എടുത്തേക്ക്. ഇതെങ്ങനെ 4/2 ഇട്ട് ഇവിടെ 4ന്റെ നേർ ഹാഫ്. അപ്പൊ ഇതെന്താണ്? n² plus 4n plus 2² ഈക്വൽ ടു 140 plus 2². ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എന്തായി? n plus 2 ഹോൾ സ്ക്വയർ അല്ലെ? നമുക്കറിയാം x plus a ഹോൾ സ്ക്വയർ ആണെങ്കിൽ x² plus 2a x plus a². ഇവിടെ a ന്റെ സ്ഥാനത്ത് 2 ആണ്, അതുകൊണ്ടാണ് 2².
ഈക്വൽ ടു 140 പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. 140 കൂടി എന്ത് ചെയ്താൽ മതി, ഒരു 4 ആണ് 144 എന്ന രീതിയിലേക്ക് വരും. അപ്പൊ എന്ത് കിട്ടി, n പ്ലസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 144. അപ്പൊ n പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്തായി, റൂട്ട് 144. റൂട്ട് 144 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12 ആണ്. n ഈക്വൽ ടു 12 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയായി, 10 ആയി. അപ്പൊ n-ന്റെ വാല്യൂ ഇവിടെ എത്രയാണ്, 10 ആണ് വരുന്നത്. അപ്പോൾ എന്ത് എഴുതാം നമുക്ക്, the 10th term should be added to get 140 അല്ലെ. അപ്പൊ 10 ടേംസിന്റെ ഇത് മുമ്പത്തെ 10 ടേംസിന്റെ സമ്മ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക എത്രയാണ്, 140 ആണ്. ഇവിടെ നോക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. എ ബി നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടെ 4/2 എടുക്കുക. ഈ 4 n ഒഴിവാക്കി 4/2 ഹോൾ സ്ക്വയർ എടുത്തു. 4/2 ഹോൾ സ്ക്വയർ ഇപ്പുറത്ത് ആഡ് ചെയ്തു. ഇപ്പൊ 2 സ്ക്വയർ ഇതായി എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ ഫോമായി n പ്ലസ് 2 ഹോൾ സ്ക്വയർ രീതിയിലേക്ക് വന്നു. 140 പ്ലസ് 4 ഈക്വൽ ടു 144 എന്ന രീതിയിലേക്ക് വരും. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്, ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് വീണ്ടും കേറി വന്നിട്ടുള്ളത്. The 16 added to the sum of the first few terms of arithmetic sequence 9, 11, 13, etc. gave 2, 5, 6. How many terms we added? അപ്പോൾ ഫസ്റ്റ് ടേം ഇവിടെ എത്രയാണ്, 9 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 11 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് പറയണേ അല്ലെ, the 16 added അല്ലെ, 16 എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇതിന്റെ സം ഓഫ് ദി കൂടി ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ Sn കണ്ടുപിടിക്കണം. Sn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം എ എൻ സ്ക്വയർ പ്ലസ് ബി എൻ ആണ്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ d/2 ആണ്. d ഇവിടെ എത്ര, 2/2 1. ഈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസിൽ നിന്ന് അല്ലെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ നേരത്തെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും ഇക്വേഷൻ എഴുതി അല്ലെ, ഫസ്റ്റ് ടേമിൽ നിന്ന് ഫസ്റ്റ് എ കുറക്കുകയാണ്. ഫസ്റ്റ് ടേം മൈനസ് എ ആണ്. ഫസ്റ്റ് ടേം നിന്ന് എഫ് എന്ന് പറഞ്ഞാൽ അല്ലെ എന്താണ് ഇവിടെ 9 ആണ്. 9 നിന്ന് എ എന്ന് പറഞ്ഞാൽ 1. അപ്പൊ എത്ര കിട്ടി, 8 കിട്ടി. അപ്പൊ Sn ഈക്വൽ ടു എന്തായി അല്ലെ, ഇവിടെ എന്റെ 1 ആണ്. ഇപ്പൊ 9n അല്ലെ, 9 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 8n. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ, അപ്പൊ നമ്മൾ ഇതിനെ സമ്മ് കണ്ടെത്തി എന്ന് പറഞ്ഞിരുന്നുള്ളൂ. ഈ ഗീവ് കിട്ടിയത് കാര്യം പറയാൻ പോവാണ്. നമ്മൾ ഇത്രയും വരുന്നതിന് സമ്മിന്റെ ആൽജിബ്രിക് ഫോം എഴുതി വെച്ചു. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. The 16 added the sum. അപ്പൊ 16 ആഡ് ചെയ്യുന്നതിന്റെ ആര് കൂടിയുമായിട്ട്, സമ്മുമായിട്ട് എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. To first few terms of arithmetic sequence. എന്നിട്ട് ഇത് എത്ര കിട്ടി എന്ന് പറഞ്ഞ അവര് 256 കിട്ടി എന്നാ പറയുന്നത്. ഇങ്ങനെയാ പറയുന്നത്. ഇതിന്റെ സം ഓഫ് കൂടി 10 ആഡ് ചെയ്ത് 16 ആഡ് ചെയ്തപ്പോ എത്ര കിട്ടി, 256. അപ്പൊ Sn നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്താണ് അല്ലെ, n സ്ക്വയർ പ്ലസ് 8n പ്ലസ് 16 ഈക്വൽ ടു എത്രയാണ്, 256 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 16 നമുക്ക് എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ, സ്ക്വയർ രൂപത്തിൽ എഴുതാൻ പറ്റുമോ നോക്കാം അല്ലെ. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്, ഈക്വൽ ടു 256. പിന്നെ എന്ത് കിട്ടി നമുക്ക് അല്ലെ, എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ ഈക്വൽ ടു അല്ലെ എക്സ് സ്ക്വയർ പ്ലസ് 2ax പ്ലസ് എ സ്ക്വയർ. ഇവിടെ എന്റെ സ്ഥാനത്ത് ആരാ, 4 ആണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഇവിടെ എഴുതാം അല്ലെ, n പ്ലസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 256. ഒന്നുകൂടി പറയാണ് ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യം ഇതിന്റെ സം ഓഫ് ദി ടേംസ് ആൽജിബ്രിക് ഫോമിലേക്ക് എഴുതി, n സ്ക്വയർ പ്ലസ് 8n എഴുതി. പിന്നെ ക്വസ്റ്റ്യനിലേക്ക് പോയി സമ്മിന് കൂടി ആരെ ആഡ് ചെയ്യാൻ പറഞ്ഞു, 16 ആഡ് ചെയ്തപ്പോ നമുക്ക് എത്ര ഗീവ്സ് കിട്ടി എന്ന് പറഞ്ഞു, 256 കിട്ടി. അപ്പൊ എസിന് കൂടി 16 ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആഡ് ചെയ്തു. അപ്പൊ അതിന്റെ n സ്ക്വയർ പ്ലസ് 8n പ്ലസ് 16 ഈക്വൽ 256. 16 നമുക്ക് 4 സ്ക്വയർ ആക്കി എഴുതി, ഞാൻ 4 സ്ക്വയർ ആക്കി എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു അല്ലെ, എന്നിട്ട് എന്തായി, അപ്പൊ നമുക്ക് a പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഫോമിലേക്ക് വന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യാതി, n പ്ലസ് 4 ഈക്വൽ ടു റൂട്ട് 256. എത്രയാണ് റൂട്ട് 256 എന്ന് പറഞ്ഞാൽ 16 ആണ് വരുന്നത്. അപ്പൊ എന്ത് കിട്ടിയപ്പോ, n പ്ലസ് 4 ഈക്വൽ ടു 16, n ഈക്വൽ ടു 16 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12 ആണ്. അപ്പൊ ദി നമ്പർ ഓഫ് ടേംസ് എത്രയാണ്, 12 ആണെന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ. നേരത്തെ ചെയ്ത സ്റ്റെപ്പിനെ ഇവിടെ ചെറിയൊരു മാത്രം സ്റ്റെപ്പിൽ നിന്നുണ്ട്, സമ്മിന്റെ കൂടെ ആൽജിബ്രിക്കിന്റെ സമ്മിൽ കൂടി ആരെ ആഡ് ചെയ്യണം, 16 ആഡ് ചെയ്താൽ എത്ര കിട്ടി എന്ന് പറഞ്ഞത്
256 കിട്ടി എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ? An isosceles triangle has to be made like this. ഒരു isosceles triangle ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. The height should be the 2 meter less than the base. ബേസിനേക്കാൾ അപേക്ഷിച്ച് 2 meter കുറവാണ്. അപ്പൊ ഞാൻ ബേസിന് എന്താക്കി എടുത്തു? ഞാൻ ഒരു എക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഹൈറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും? എക്സ് മൈനസ് എന്തായി? 2 ആയി മാറി അല്ലെ? അപ്പൊ എന്താ പറയുന്നത്? ഹൈറ്റ് ഷുഡ് ബി ദി 2 meter less than the base. ബേസിനെ എക്സ് ആക്കി എടുത്താൽ height x minus 2 ആയി മാറി. The area of the triangle should be 12 square centimeter. What is the length of the triangle? അപ്പൊ ഇതിന്റെ ലെങ്ത്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെ, ഹൈറ്റ് ഈക്വൽ ടു എക്സ് മൈനസ് 2, ബേസ് എത്ര ഇട്ടിട്ട്. അപ്പൊ ബേസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എന്തായി മാറും? ഹൈറ്റ് ഈക്വൽ ടു എക്സ് മൈനസ് 2. ഇനി നമുക്ക് ഏരിയ നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ്? 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് നമുക്ക് എന്ത് വരുന്നത്? ഏരിയ. ഇവിടെ ഏരിയ എത്ര തന്നിക്കണേ? 12 തന്നിട്ടുണ്ട്. അപ്പൊ 12 ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി ഈ 2 അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്താവും? ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 2 ഇൻറ്റു 12. 2 ഇൻറ്റു 12 എത്ര? 24 ആണ്. നമ്മൾ ബേസിന് എന്താക്കി എടുത്തിട്ടുണ്ട്? എക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഹൈറ്റിന് എന്താക്കി എടുത്തിട്ടുണ്ട്? എക്സ് മൈനസ് 2. അപ്പൊ ബേസ് ഒന്നുകൂടി എടുത്തെഴുതി. ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 24. ബേസ് എക്സ് ആണ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2 ആണ്, ഈക്വൽ ടു 24. എക്സ് ഇൻറ്റു എക്സ് എന്തായി? എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു 24. അപ്പൊ നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡിലേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ എന്താണ്? നിങ്ങൾ ഇവിടെ മൈനസിനെ മൈൻഡ് ചെയ്യാൻ വേണ്ട. ഇവിടെ 2 ആണ്. അതിന് എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവിഷൻ നടത്തി അതിന്റെ സ്ക്വയർ ഈക്വൽ ടു 24 പ്ലസ് 2/2 ഹോൾ സ്ക്വയർ. എന്തായി? എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 24 പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇവിടെ സെൻട്രൽ മൈനസ് ആയതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ആണ്. അതോ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് എ സ്ക്വയർ. ഇവിടെ എന്റെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ ഇവിടെ എന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ അത് 1 ഉണ്ട്. അപ്പൊ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 24 1 സ്ക്വയർ 1 ഈക്വൽ ടു എത്രയായി? 25. അപ്പൊ എന്ത് കിട്ടി? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. ഇനി എന്ത് ചെയ്താൽ മതി? എക്സ് മൈനസ് 1 ഈക്വൽ ടു റൂട്ട് 25. റൂട്ട് 25 എത്രയാണ്? 5 ആണ്. അപ്പൊ എന്ത് കിട്ടി? എക്സ് മൈനസ് 1 ഈക്വൽ ടു 5. എക്സ് ഈക്വൽ ടു 5 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബേസ് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ദാറ്റ് ഈസ് 6 മീറ്റർ. ഇനി ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് 2 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 6 മൈനസ് 2 ഈക്വൽ ടു 4 മീറ്റർ. ഇതാണ് ഇതിന്റെ എന്ത് വരുന്നത്? ബേസും ഹൈറ്റുമായിട്ട് വരുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ആ ലോജിക് ഉപയോഗിച്ച് ഇങ്ങനെ പോവാൻ മതി. പിന്നെ ചെറിയ ബുദ്ധിമുട്ട് വരുന്നത് ഈ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ആക്കാനാണ് ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പൊ ഇവിടെ എന്താണ് 2 ആണെങ്കിൽ ആ 2/2 ചെയ്താൽ മതി. അത് എപ്പോഴും 2 ഡിനോമിനേറ്റർ ഉണ്ടെന്ന് ഓർക്കുക. ഈ 2നെ മുകളിലത്തെ 2 അതേപോലെ എടുത്ത് എഴുതിയെന്നുള്ളൂ. ആ രീതിയിലാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 6th ക്വസ്റ്റ്യൻ. എന്താണ് 6th ക്വസ്റ്റ്യൻ? A 2.6 meter long rod leans against a wall. It's 1 foot 1 meter from wall. When the foot is moved to little away from the wall, its upper end slides same length down. How much farther is foot moved? ഒന്നുമില്ല. ഒരു ഏണി, ഒരു റോഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ചുമര് ചാരി വെച്ചിട്ടുണ്ട്. ഇതാണ് ചുമര്, ഇത് ഗ്രൗണ്ട്. വാള്, ഇത് ഗ്രൗണ്ട്. ഈ റോഡ് ചാരി വെച്ച് നമുക്കറിയാം. ഇതിനെ ഒന്ന് നീക്കി കഴിഞ്ഞാൽ, ഇതിനെ താഴോട്ട് നീക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ടാവും അല്ലെ? അപ്പൊ ഇത് ഇവിടെ കുറച്ചിങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും. ഇത് എത്ര മൂവ് ചെയ്തു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുകൂടിയും പറയാണ്. ഒരു വാളുണ്ട്, ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഒരു റോഡ് എന്ത് ചെയ്തു? ചുമരുമ്പോ ചാരി വെച്ചു അല്ലെ? വാളുമ്പോ ചാരി വെച്ചു. ഇതെന്ത് ചെയ്തു? ഇങ്ങോട്ട് ചെരിച്ചു വെച്ചു എന്ന് വിചാരിക്കും. ഇങ്ങനെ ചെരിച്ചു കൊണ്ടുപോയി. അങ്ങനെ ചെരിച്ചു വെച്ചപ്പോ ഇവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മൂവ് ചെയ്തു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനെ അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത്. അപ്പൊ ഞാൻ ഈ ഫിഗർ എന്ത് ചെയ്തു? ഇവിടുന്ന് മാറ്റി വരച്ചു. അപ്പൊ നമ്മള് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഈ ബേസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എത്രയാണ്?
1 മീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. റോഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2.6 മീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. റോഡിന്റെ ലെങ്ത് 2.6 മീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ റോഡ് നീക്കി വെച്ചപ്പോൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഈ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഞാൻ ഇതിനൊരു പേര് കൊടുക്കാൻ പോവുകയാണ്. ABC. ആദ്യത്തിന് ABC എന്ന് പേര് കൊടുത്തു. നീക്കി വെച്ചതിന് ആ പൊസിഷന് പിയും ക്യൂവും പേര് കൊടുത്തു. നമുക്ക് അറിയുന്ന കേസ് എന്താണ്? AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2.6 മീറ്റർ ആണെന്നും BC എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണെന്നും കിട്ടി. അപ്പൊ ആദ്യം നമുക്ക് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ട്രയാങ്കിൾ ABC ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ട്രയാങ്കിൾ ABC എന്ന് പറയുമ്പോൾ റഫ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ്. ഇത് A, ഇത് B, ഇത് C, ഇതെന്താണ്? 2.6 മീറ്റർ, ഇത് 1 മീറ്റർ. പിന്നെ നമുക്ക് ഇനി ആരെ കണ്ടെത്തേണ്ടിണ്ടാവുള്ളൂ? AB യുടെ ലെങ്തേ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ചു. AC സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ ആംഗിൾ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. AC എന്ന് പറഞ്ഞാൽ 2.6 സ്ക്വയർ, BC എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ, AB നമുക്ക് അറിയില്ല, അതേപോലെ എടുത്തേക്കും. അപ്പോൾ 2.6 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6.76 ആണ്. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് AB സ്ക്വയർ. അപ്പൊ AB സ്ക്വയർ ഈക്വൽ ടു എന്തായി? 6.76 പ്ലസ് 1 ഈക്വൽ ടു അപ്പുറം പോകുമ്പോൾ -1. അപ്പൊ 5.76 ആയി. അപ്പൊ AB ഈക്വൽ ടു റൂട്ട് ഓഫ് 5.76 ആണ്. ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ട് 576ന്റെ റൂട്ട് അറിയാം 224 ആണ്. അപ്പൊ ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 2.4 മീറ്റർ ആണ് ആര് വന്നത്? AB യുടെ ഹൈറ്റ് വന്നത്. ഇനി എന്ത് ചെയ്താൽ മതി? അടുത്ത നമുക്ക് അറിയുന്ന രീതി എന്തുണ്ട്? PQ യുടെ നീളവും AC യുടെ നീളവും ഈക്വൽ ആണ്. ഈ PQ യുടെ നീളം അല്ലെങ്കിൽ AC യുടെ ലെങ്ത്തും അതേപോലെ PQ യുടെ ലെങ്ത്തും എന്താണ്? ഈക്വൽ ആണ്. അത് എത്ര ആയിരിക്കും? PQ ന്റെ ലെങ്ത് ആയി 2.6 മീറ്റർ. അതേപോലെ AP യും അതേപോലെ CQ യും തമ്മിൽ ഈക്വൽ ആണ്. കാരണം ഈ റോഡ് താഴോട്ട് ഇവിടെ എത്രയാണോ നീക്കിയത് അതേ ലെങ്ത് തന്നെയല്ലേ ഇവിടെയും വരിക. അപ്പൊ രണ്ടിന്റെയും ലെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി വീണ്ടും ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ ട്രയാങ്കിൾ അവിടെ റഫ് ആയിട്ട് വരയ്ക്കുകയാണ്. ഏതാ ട്രയാങ്കിൾ? നമ്മൾ നീക്കി വെച്ച P, അതേപോലെ Q, അതേപോലെ B. ഇവിടെ നമുക്ക് അറിയുന്നത് PQ യുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2.6 നമുക്ക് അറിയാൻ പറ്റും. ഇനി ഞാൻ ഇതുപോലെ X എന്ന് പേര് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായി ഇവിടെ എന്തായി മാറും? X ആയി മാറും. അപ്പൊ എന്താ ചെയ്തത്? ഞാന് PQ അല്ലെങ്കിൽ ABക്ക് എന്ത് കൊടുത്തു? ഞാനൊരു X എന്ന് പേര് കൊടുത്തു. അപ്പൊ ഓട്ടോമാറ്റിക്കായി ഇത് രണ്ടും എന്തായി മാറും? AP യും അതേപോലെ CQ എന്തായി മാറും? X ആയി മാറും. ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഈ AB എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. AB ഈക്വൽ ടു എങ്ങനെയാണ്? AP പ്ലസ് PB എന്ന് എഴുതി. AP യുടെ ലെങ്ത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തി. എത്രയാണ്? 2.4. AP നമ്മൾ X ആക്കി എടുത്തു. PB നമുക്ക് അറിയില്ല. അപ്പൊ ഇതിന് എങ്ങനെ എഴുതാ? PB ഈക്വൽ ടു എങ്ങനെ എഴുതി? 2.4 മൈനസ് X ആക്കി എഴുതി. അപ്പൊ PB യുടെ ലെങ്ത് ഇപ്പൊ എത്ര കിട്ടി നമുക്ക്? 2.4 മൈനസ് X ആയി മാറി. ഇനി ഇതേപോലെ PQ ന്റെയും ലെങ്ത് എന്ത് നമ്മൾ കണ്ടെത്താൻ പോവാണ്. അപ്പൊ PQ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൊത്തം ലെങ്ത് ഇത് മൊത്തം എന്ന് പറഞ്ഞാൽ PQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ തന്നെയാണ്? BC പ്ലസ് CQ ആണ്. BQ നമ്മള് എന്തുണ്ട് നമുക്ക് കണ്ടെത്തിയിരിക്കണോ നോക്കാം. PQ നമുക്ക് അറിയില്ല. BC നമുക്കറിയാം 1 ആണ്. CQ എന്ന് പറഞ്ഞാൽ X ആണ്. എന്നിട്ട് എന്ത് ചെയ്യാം? ആ ട്രയാങ്കിൾ എടുക്കുക. ട്രയാങ്കിൾ PBQ. ഇതിൽ അറിയുന്ന സൈഡ്സുകൾ ആരൊക്കെ മാറി? നമുക്ക് ഇതാണ് കിട്ടേണ്ടത്. ഈ ട്രയാങ്കിൾ ആണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഈ ട്രയാങ്കിളിനെ പറ്റി ഇപ്പൊ എന്തൊക്കെ അറിഞ്ഞു നമ്മള്? ഈ PQ എന്ന് പറഞ്ഞാൽ 2.6 മീറ്റർ ആണെന്നും ഈ PB എന്ന് പറഞ്ഞാൽ 2.4 മൈനസ് X ആണെന്നും പിന്നെ BQ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് X ആണെന്നും അറിയാൻ പറ്റി. ഇത്രയും വരുന്ന ലെങ്ത് 1 പ്ലസ് X ആണെന്നും. അപ്പൊ വീണ്ടും നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. എന്താണ് പൈതഗോറസ് തിയറം? PQ സ്ക്വയർ ഈക്വൽ ടു PB സ്ക്വയർ പ്ലസ് PQ സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ്. PQ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2.6 സ്ക്വയർ ഈക്വൽ ടു PB എന്ന് പറയുമ്പോൾ എന്താവും? 2.4 മൈനസ് X ഹോൾ സ്ക്വയർ പ്ലസ് BQ എന്ന് പറയുമ്പോൾ 1 പ്ലസ് X ഹോൾ സ്ക്വയർ ആണ് ആര് വന്നത്? BQ എന്ന് പറയുന്ന ലെങ്ത്. ഇനി 2.6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6.76. ഒന്ന് ശ്രദ്ധിക്കണേ, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി X മൈനസ് A ഹോൾ സ്ക്വയർ ആണെങ്കിൽ
എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ ആണ്. ഇവിടെ എന്റെ സ്ഥാനത്ത് ആരാണ്? എക്സ് ആണ് അല്ലെ? എക്സിന്റെ സ്ഥാനത്ത് 2.4 ആണ്. അപ്പൊ ആ രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോ എന്താ? 2.4 ഹോൾ സ്ക്വയർ മൈനസ് 2 into 2.4 into എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് അടുത്ത ഇവിടെ എന്താണ്? എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന രീതിയിലാണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 2ax പ്ലസ് എ സ്ക്വയർ. എക്സിന്റെ സ്ഥാനത്ത് 1, എന്റെ സ്ഥാനത്ത് ആരാണ്? എക്സ് ആണ്. അപ്പൊ എന്താവും? 1 സ്ക്വയർ പ്ലസ് 2 into 1 into എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. അതേപോലെ എടുത്ത് എഴുതിയെന്നുള്ളൂ. ഇനി അതേപോലെ 2.46 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2.4 എത്രയാണ്? 76 ആണ്. ഇത് 6.76 ഉം ഇത് 5.76 ഉം ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? വാല്യൂ വരുന്നത്. ഇനി മൈനസ് ഇത് രണ്ട് മൾട്ടിപ്ലൈ 2 into 2.4 2 into 2.48 4.8 അപ്പൊ മൈനസ് 4.8 പിന്നെ എക്സ് ഇട്ടു പ്ലസ് എക്സ് സ്ക്വയർ 1 സ്ക്വയർ 1 2 into 1 ആണ് 2x പ്ലസ് എക്സ് സ്ക്വയർ. ഇനി ഇവിടെ നോക്കുക 5.76 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, അത് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ എന്താവും? 6.76 ഈക്വൽ ടു 5.76 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 6.76 മൈനസ് 4.8x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് എക്സ് സ്ക്വയർ. ഇനി ആരൊക്കെ തമ്മിൽ ഇത് തമ്മിൽ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ എന്താവും? ഇവിടെ എന്ത് വരും? 4.8 നിന്ന് 2 എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. 8 2.8. ഇവിടെ ലാർജ് നമ്പർ ആരാണ്? 4.8 ആണ്. അപ്പൊ മൈനസ് 2.8 ആയിട്ട് വരും. അപ്പൊ എന്ത് കിട്ടും ഇവിടെ നമുക്ക്? 6.76 ഈക്വൽ ടു 6.76 മൈനസ് 2.8x. ഇനി അപ്പുറത്ത് എന്തുണ്ട് നമുക്ക് ഇവിടെ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താവും? പ്ലസ് 2x സ്ക്വയർ എന്ന രീതിയിലേക്ക് വരും. ഇനി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്താവും? 6.76 മൈനസ് 6.76 ഈക്വൽ ടു അല്ലെ, ഞാൻ 2x സ്ക്വയർ ആദ്യം എടുത്തേരി മൈനസ് 2.8x. ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തായി വരിക? അത് 0 ആയിട്ടാണ് വരുന്നത്. ഈക്വൽ ടു 0. 2x സ്ക്വയർ ഉണ്ട് മൈനസ് 2.8x ഉണ്ട്. കോമൺ ആയിട്ട് ആരുണ്ട്? 2 ഉണ്ട്. അപ്പൊ ഞാൻ 2 കൊണ്ട് എന്ത് ചെയ്തു? ഡിവിഷൻ നടത്തി. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ ആയി മൈനസ് ഇവിടെ എന്തായി? 1.4x ഈക്വൽ ടു 0 അല്ലെ? കോമൺ ആയിട്ട് 2 കൊണ്ട് ഡിവിഷൻ നടത്തി. ഇനി ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട് അല്ലെ? അപ്പൊ ഞാൻ വീണ്ടും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് കൊണ്ട് ഡിവിഷൻ നടത്താം. ഞാൻ വീണ്ടും എക്സ് കൊണ്ട് ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ എക്സ് മൈനസ് 1.4 ഈക്വൽ ടു 0 അല്ലെ? അപ്പൊ എക്സ് ഈക്വൽ ടു എന്തായി? 1.4 എന്ന രീതിയിലേക്ക് വന്നു. ഇതിനെ വേറെ രീതിയിലും പറയാം നമുക്ക്. എങ്ങനെയാ ചെയ്ത വെച്ചാൽ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ സ്റ്റെപ്പ്. ഇതിൽ കോമൺ ആയിട്ട് ആരുണ്ട്? എക്സ് ഉണ്ട്. എക്സിന് ഔട്ട് സൈഡ് എടുത്തു. ബാക്കി ആരുള്ളൂ? എക്സ് മൈനസ് 1.4 ഈക്വൽ ടു 0. അപ്പൊ കറക്റ്റ് വരേണ്ടത് ഈ രീതിയിലാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എക്സ് സ്ക്വയറിന് ഒരു എക്സ് ഉണ്ട്, 1.4ലും എക്സ് ഉണ്ട്. അപ്പൊ എക്സിന് ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ എന്താ? ഇങ്ങനെ കിട്ടി. ഇനി എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് മൈനസ് അല്ലെ 4 ഈക്വൽ ടു 0. നമുക്കറിയാം എ ബി ഈക്വൽ ടു 0. ഒന്നില്ലെങ്കിൽ എ ബി 0 ആകണം, അല്ലെങ്കിൽ ബി എന്തായിരിക്കണം? 0 ആണ് അല്ലെ? എ 0 ആയി വിചാരിക്കുക. 0 into ബി ഈക്വൽ ടു 0 ആണ്. ഇനി ബി 0 ആയി കഴിഞ്ഞാലും അതും 0 അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നത്. ഒന്നില്ലെങ്കിൽ എ 0 ആകാം, അല്ലെങ്കിൽ ബി 0 ആകാം. എ 0 ആയി കഴിഞ്ഞാൽ മൊത്തം 0 ആണ്, അല്ലെങ്കിൽ ബി 0 ആയി കഴിഞ്ഞാലും 0 ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 into അല്ലെ, ഞാൻ 2 into 0 കൊടുത്തപ്പോൾ ഇതും 0 ആയി അല്ലെ? അപ്പൊ ഇവിടെ ബി 0 ആയി. അതേ സ്ഥാനത്ത് ഇവിടെ 3 into 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായി അല്ലെ? അല്ലെങ്കിൽ ഇത് 0 കൊടുത്തു, ഇതിനൊരു 3 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ എക്ക് 0 കൊടുത്താലും മൊത്തം ആൻസർ എന്തായി? 0 ആയി. അപ്പൊ ഇവിടെ എക്സ് ഈക്വൽ ടു 0 ആണ്. ഇനി ഈ 1.4 അങ്ങോട്ട് കൊണ്ടുപോയപ്പോ എന്തായി? 1.4 ആയി. നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. ഒരു ഒറിജിനലി സ്റ്റെപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് കട്ട് ആക്കിയിട്ടും എന്ത് ചെയ്യാം? ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1.4 ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0 എന്താണ്? എക്സ് മൈനസ് 1.4 ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0. എക്സ് നമുക്ക് ലെങ്ത് ഒരിക്കലും എന്താകുന്നില്ല? 0 ആകുന്നില്ല. അപ്പൊ ഇവിടെ ആരെ എടുക്കുള്ളൂ അല്ലെ? എന്ത് ചെയ്യുള്ളൂ? 1.4. ഏത് ഇവിടെ എത്ര മൂവ് ചെയ്തു നമ്മൾ ചോദിച്ചിട്ടുള്ളത്.
അല്ലെ, ഇത് എത്ര മൂവ് ചെയ്തു എന്നാ ചോദിച്ചത്. അപ്പൊ എത്രയാണ്? 1.4 മീറ്റർ ആണ് വന്നത്. അപ്പൊ ആൻസർ ചെയ്ത ദ ഷിഫ്റ്റഡ് ഡിസ്റ്റൻസ് ഓഫ് ദി ഫുട്ട് ഓഫ് ദി പോൾ ഈക്വൽ ടു 1.4 മീറ്റർ ആണെന്ന് വരുന്നത്. ക്ലിയർ ആയല്ലോ? അതോടുകൂടി നമ്മുടെ ഈ സെക്ഷൻ കംപ്ലീറ്റ് ആയി.